കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം എന്തായാലും മേടിച്ചിരിക്കണം, ആപ്രിക്കോട്ട് ജാം. അപ്പോൾ ഈ ആപ്രിക്കോട്ട് ജാം എൻ്റെ ഇതിൽ കയറിയിട്ട് കുറേ കാലമായി, മൈൻഡിൽ കയറിയിട്ട്. അപ്പോൾ കാശ്മീർ വന്നു കഴിഞ്ഞാൽ ആപ്രിക്കോട്ട് ജാം വാങ്ങണം. ഇത് ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, 1 കിലോളം ഉണ്ട്. 1 കിലോന് 200 രൂപയാണ് ആപ്രിക്കോട്ട് ജാമിന്. അപ്പോൾ 2-3 സൂപ്പർ മാർക്കറ്റിൽ കയറി, അപ്പോൾ അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ അതാ മൂന്നാമത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇനി കാശ്മീർ ശ്രീനഗറൊക്കെ വരുമ്പോൾ ഈ ആപ്രിക്കോട്ട് ജാം മിസ് ചെയ്യരുത്. ആപ്രിക്കോട്ട് മെയിനായിട്ട് കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ വാലി. അപ്പോൾ കാശ്മീർ വാലിയിലത്തെ ആപ്രിക്കോട്ട് ജാമാണ്. അപ്പോൾ വസ്വാൻ കിട്ടുന്ന കടയും തേടി ഇതാ ഞങ്ങൾ മെയിനായിട്ട് ശ്രീനഗറിലത്തെ മെയിൻ ടൗൺ അത്ര ഇത് ലാൽ ചൗക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ലാൽ ചൗക്കിൽ സ്റ്റാൻഡേർഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് വന്നിരിക്കുക കേട്ടോ. അവരുടെ കിച്ചണിലേക്ക് കയറിയിരിക്കുക കേട്ടോ. കിച്ചണിൽ അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനി വാസ്വാൻ. തെബക് മാസ് പറയുന്നത് ഇതാണ്, തെബക് മാസ്. ഇതും മട്ടനാണ്. അതേപോലെ ഇതാണ് കെബാബ്, മട്ടൻ്റെ കെബാബാണ്. പിന്നെ റോഗൻ ജോഷ്, റോഗൻ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, റോഗൻ ജോഷ്. ഇത് മട്ടൻ കേട്ടോ, ഇത് മട്ടനാണ്. ദിസ് ഈസ് മെത്തി മാസ്. ഓ ധനിയ കുർമ. ഇത് ധനിയ കുർമ ഒക്കെ വൈറ്റ് റൈസിൻ്റെ മേലെ കേട്ടോ. ഇത്ര ഐറ്റാണ് ഉണ്ടാവുക. ഓ ഇതാണ് റിസ്ത, മട്ടൻ ബോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. വസ്വാൻ, മിനി വസ്വാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത്രയ്ക്ക് സാധനങ്ങളാണ്. ഒരു വൈറ്റ് റൈസിൻ്റെ മേലെ ഫുള്ള് മട്ടൻ്റെ കറികളാണ്, മട്ടൻ്റെ പല പല ഐറ്റം. ഗുസ്താവ്. Oh. How many items? 1, 2, 3, 4, 5, 6, 7. 7 ഐറ്റം ഉണ്ടോ? 7 ഐറ്റമാണ് ഈ മിനി വാസ്വാനിൽ ഇവർ വിളമ്പണത്. ശരിക്കും കല്യാണത്തിനൊക്കെ 26 ഐറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ മിനി വാസ്വാൻ ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റണതാണ്. ഇതിന് 750 രൂപയാണ് കേട്ടോ. കാശ്മീരികൾ പറഞ്ഞാൽ മട്ടൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ എങ്ങനെയുണ്ട്? വേറെ ലെവലല്ലേ, വേറെ ലെവല്. ഓ മിർച്ചി കുർമ. There are other dishes like abgosh. Okay. But we have not added to this one. Okay. Generally we are serving this one. This is general for a local purpose. Okay. If in case you want some more extra, we can add some other dishes. There are near about 23 dishes in the Wazwan. Oh. But we are serving only normally 8 dishes. Okay, 8 dishes. 8 dishes. നമ്മളിതാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോണത് റോഗൻ ജോഷ് ആട്ടോ. റോഗൻ ജോഷാണ്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് റോഗൻ ജോഷ്. ഇതാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഇത് എങ്ങനെയുണ്ട് പറഞ്ഞാൽ മട്ടൻ പറഞ്ഞിട്ട് വേവിച്ചെടുത്ത പോലെ ഉണ്ട്. മട്ടൻ വേവിച്ചെടുത്തിരിക്കണം. പുറത്ത് റെഡ് കളർ മൊത്തം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാശ്മീരി ചില്ലിയാണ് തോന്നുന്നു. പക്ഷേ വലിയ എരിവൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിക്ക് എരിവുണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാശ്മീരി ചില്ലീൻ്റെ കളറാണ് തോന്നുന്നു. എരിവ് തീരെ കമ്മിയാട്ടോ, എരിവ് തീരല്ല. പക്ഷേ ഉള്ളിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് റോഗൻ ജോഷ്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാ റിസ്തയാണ് കേട്ടോ. റിസ്ത ഇതെങ്ങനെ നോക്കാം. റിസ്തതാ അങ്ങനെ റൗണ്ട് സാധനം കേട്ടോ, റൗണ്ട് ഇതങ്ങനെ ഇങ്ങനെയാണ് റിസ്ത ഉണ്ടാവുക. പറക്കുമ്പോൾ സോയാബീൻ പോലെ ഉണ്ട്, മട്ടൻ കൊണ്ട് ഉണ്ടാക്കിയ സോയാബീനൊക്കെ തോന്നും. മട്ടൻ അരച്ചിരിക്കാനുണ്ടോ, എല്ലില്ലാതെ എടുത്തിട്ട് മട്ടൻ അരച്ചിട്ട് സോയാബീൻ പോലെ ആക്കിയിരിക്കുക, വലിയ സോയാബീൻ പോലെ ആക്കിയിരിക്കുകയാണ്. അതാണ് റിസ്ത. നെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് കബാബ് കേട്ടോ. മട്ടൻ കബാബാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഇത് നമ്മൾ നേരത്തെ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ പോയിട്ട്. കബാബും 5 സലാഡായിട്ട്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണാം. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഇതാണ്, തബക് മാസാണ് ട്രൈ ചെയ്യാൻ പോണത്. ഇത് മട്ടൻ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത പോലെ ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ മട്ടൻ അൽഫാം പോലെ ആക്കിയിരിക്കണം. നമ്മുടെ നാട്ടിൽ അൽഫാം ഉണ്ടാവില്ലേ, അതേപോലെ ആക്കി തീർത്തിരിക്കുകയാണ് മട്ടൻ.
വെച്ച് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണമെന്ന് ഗുസ്താബ. ഇത് വന്നിട്ട് മട്ടൻ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഫാറ്റിൽ പൊതിയാണ് അത്ര. മട്ടൻ്റെ ഫാറ്റ് കൊണ്ട് മട്ടൻ എല്ലില്ലാതെ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് മരത്തിൽ അടിച്ചടിച്ചിട്ട് മട്ടനും എല്ലൊന്നും ഇല്ലാതെ മട്ടൻ്റെ മീറ്റും അതേപോലെ തന്നെ മട്ടൻ്റെ ഫാറ്റും കൂടി ഇങ്ങനെ റൗണ്ടാക്കി പൊതിയും. എന്നിട്ട് അതിൽ അത് തൈരിലിട്ടിട്ട് ഉണ്ടാക്കണതാണ് ഈ ഗോസ്താബ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതാണ് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇതും ഏകദേശം സോയാബീൻ പോലെ കേട്ടോ. ഇത് ഉള്ളിലിങ്ങനെ ഈ കളറാണ്, വെള്ള കളറ്. ഇതാകുമ്പോൾ ഇത് ഗുസ്താബിയും അതേപോലെ റിസ്തിയും ഏകദേശം സെയിം റൗണ്ട് തന്നെയാണ്. ഒന്ന് ബ്രൗണും ഒന്ന് വൈറ്റ്. പക്ഷേ ഗുസ്താബയിലും ഒരു എരിവും പുളിയും എല്ലാം കൂടെ വരുന്നുണ്ട്. 5 ഐറ്റം കഴിഞ്ഞു. ഇനി 6ാമത്തെ ഐറ്റം ട്രൈ ചെയ്യുമ്പോഴാണ് ഇതാണ് മെറ്റി മാസ് കേട്ടോ. അതായത് ആടിൻ്റെ വയറാട്ടോ. വയറിൻ്റെ കഷ്ണങ്ങളാണ് ഇതിൽ മെറ്റി മാസിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും റെഡ് കളറാട്ടോ. റെഡ് കളറായിട്ടാണ്. എനിക്കൊന്ന് കാശ്മീരി ചില്ലിക്കറ്റ് റെഡ് കളറാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. കുടലാണ് തോന്നുന്നു. കുടൽ പ്ലസ് സ്റ്റൊമക്കൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ് മെറ്റി മാസ്. നമ്മുടെ നാട്ടിൽ കുടൽ കഴിക്കണ പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ചെറിയൊരു എരിവും പുളിയൊക്കെ. ദാനുവൽ കുർമ എന്നാണ് ഇതിൻ്റെ പേര്, ദാനുവൽ കുർമ. അപ്പോൾ ഇതും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇതും കൂടി കഴിഞ്ഞാൽ വസ്വാൻ കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കുർമ പോലെ തന്നെ മട്ടൻ്റെ ഒരു കുർമ. ഇതാണ് ദാനുവൽ കുർമ. അപ്പോൾ 7 ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഓരോ ടേസ്റ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഒന്ന് നന്നായിട്ടുണ്ട് ഒന്ന് നന്നായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് തീർക്കട്ടെ. ഇത് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. 2 നേരത്തുള്ള കഴിക്കാനുള്ള ഫുഡുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ വേറെ കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഈ വ്ളോഗിനോട് വിട പറഞ്ഞ് ഗുഡ് ബൈ.